ഈ ലോകത്തുള്ള എല്ലാ പ്രൈസിനെക്കാട്ടും കുറച്ച് ഞാൻ കൊടുക്കണം. അതായത് അവരവരുടേതായ കൃത്യമായ ജോലി കൃത്യമായി വാങ്ങി കൃത്യമായി അതിൻ്റെ സാമ്പത്തികം വാങ്ങുന്നു. പക്ഷെ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കണം. ഈ മൈൻഡ് ആദ്യം വേണം. ഒരു 70-80% സെയിൽസ് പേഴ്സണിനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളോട് പറയാറുള്ളത്, സാറേ അവരവിടെ 105 കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ സെയിൽ കിട്ടുന്നില്ല. അത് എക്സ്ക്യൂസ് മാത്രമാണ്. എല്ലാവരും കുറയ്ക്കാനേ നോക്കുള്ളൂ. അതെ, പക്ഷെ അതൊക്കെ ഇങ്ങനത്തെയൊക്കെ നമ്മളടുത്തും കേൾക്കാറുണ്ട്. അവിടെ ഇത്ര കൊടുക്കുന്നുണ്ട്, ഇത്ര കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, അവരാരും അവിടെ പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു കസ്റ്റമർ പറയും അവിടെ 100 കിട്ടാണ്ട്, സംഭവം അവിടെ 150 വിൽക്കുന്നത്. അപ്പോൾ 120 പറയുമ്പോഴാണ് അവിടെ 100 കിട്ടാൻ. ഇത്തരത്തിൽ ഒരുപാട് ഗസ്സുകൾ ഉണ്ട് ഇതിനകത്ത്. കസ്റ്റമർക്ക് അവന് കുറയാൻ വേണ്ടിയിട്ട് അവൻ്റെ എല്ലാം അവന് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഒരു സെയിൽസ്മാന് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില ഇതാണ്, അപ്പുറത്തൊന്നും അന്വേഷിക്കാനും പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെയാണ് ഷോപ്പിൽ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ രാത്രിയായാൽ പൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിൻ്റെ ചാവി അവൻ്റെ കയ്യിലല്ലല്ലോ കൊടുക്കുന്നത്. എൻ്റെ ഷോപ്പിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില ആരിടണം? ഞാനിടണം. മറ്റുള്ളവരത്തേക്ക് ഇങ്ങനെ മറ്റുള്ളവരെ നോക്കാൻ, പുറത്തേക്ക് നോക്കാൻ തുടങ്ങിയാൽ പുറത്തേക്ക് നോക്കാനേ സമയം. നമ്മളെ ഉള്ളിലേക്ക് നോക്കുക. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, എൻ്റെ സർവീസിൻ്റെ ക്വാളിറ്റി, ഇത് നിരന്തരം കൂട്ടുകയും പ്രൊഡക്റ്റിന് കൃത്യമായ വില ഇടുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഹനീഫിക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ പുറത്തോട്ട് നോക്കുക എന്നുള്ളത്. ഈ പുറത്തോട്ട് നോക്കുന്ന വ്യക്തികൾ നമ്മളെക്കാൾ വില കൂട്ടി വിൽക്കുന്ന ഒരു കമ്പനിയും കാണില്ല. അതാണ് അടുത്ത നെക്സ്റ്റ്. ഇവര് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മറ്റുള്ള നമ്മളെക്കാൾ എത്രയോ കൂട്ടി വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, അങ്ങോട്ട് നോക്കില്ല. അതൊന്നും അവര് നോക്കില്ല. അവരെപ്പോഴും താഴ്ന്ന്. പക്ഷെ അത് തന്നെയും കൃത്യമായൊരു വിവരമായിരിക്കില്ല. ഇപ്പൊ ഈടായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ അവന്റെ മുമ്പിൽ തന്നെ നേരെ അങ്ങോട്ട് അവിടെ വില ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അവനോട് തന്നെ വിളിക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ അത് നമ്മളെക്കാൾ എത്രയോ വില കൂട്ടിയിട്ടാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് പറയണം അവിടെ എത്രക്ക് കിട്ടാണ്ട്. അപ്പൊ ഇവൻ അങ്ങ് വിശ്വസിക്കുക. അതോടുകൂടി അവന്റെ മൂഡ് അങ്ങ് പോയി. അതോടുകൂടി ഓൻ പിന്നെ അത് വിൽക്കാൻ ഒന്ന് കോൺഫിഡൻസ് ഇല്ലാതായി. അത് സെയിൽസ് പേഴ്സൺ എപ്പോഴും മാർക്കറ്റ് നോളജ് വേണം. അതെ, ഇൻഡസ്ട്രി നോളജ്. അത് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾ ഡൗൺ ആവുന്നത്. അതെ, പിന്നെ മാർക്കറ്റ് നോളജ്, പ്രൈസ് എല്ലാം നമുക്ക് എപ്പോഴും തന്നെ ലൈവ് ആവണം. നമ്മൾ ലൈവ് ആവണം. നമ്മളിപ്പോഴും പ്രൊഡക്റ്റ് നോളജ് സെയിൽസിന്റെ ഭാഗത്തിന്റെ പാർട്ടാണ്. പിന്നെ പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പെക്കുകൾ മനസ്സിലാക്കിയിട്ട് അത് അവിടെ വെച്ചിട്ട് പിന്നെ അതിനെ പറ്റി പഠിക്കേണ്ടത്. എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആവണം. പെർ ഡേ ലൈവ് ആസ് എ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിലായിരിക്കണം നമ്മളൊരു സെയിൽസ്മാൻ. എപ്പോഴും സജ്ജമായിരിക്കണം. എപ്പോഴാണ് വരിക, എപ്പോഴാണ് ആ യുദ്ധം തുടങ്ങുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരെപ്പോൾ വരും, അറ്റാക്ക് ചെയ്യണം. എനിക്ക് അറ്റാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് നോളജ് എല്ലാം ആസ് എ ലൈവ് ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മളാ ഒരു സംഗതി, ഇപ്പോൾ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയാം 10 കസ്റ്റമർ നമ്മളെ ഷോപ്പിൽ വരികയാണ്. ഒരു 8 കസ്റ്റമർ പേഴ്സണൽ കസ്റ്റമറാണെന്ന് വിചാരിച്ചോ, 2 കസ്റ്റമർ നോർമൽ എടുത്തു പോകുന്ന കസ്റ്റമറാണെന്ന് വിചാരിച്ചോ. ഇതിലൊക്കെ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ഐ ടു ഐ കോണ്ടാക്റ്റിൽ എറിയുക, അതേപോലെ തന്നെ ഇഷ്ടം കൊടുത്ത് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 നമ്മളെ കസ്റ്റമർ ആവാണ്. ഇവിടെ 10 നമ്മളെ കസ്റ്റമർ ആവാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വാച്ച് ഒരാൾക്ക് എടുക്കണം, നല്ല ക്വാളിറ്റി ഒന്നും എല്ലാവരും ചെയ്യുക, എനിക്കത് എത്രത്തോളം ഈട് നിൽക്കും. ഒരു 10 രൂപ കൊടുക്കുന്ന ഒരു സംഗതിന് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും വില കൽപ്പിക്കും. അവിടെ ലാഭം എന്നുള്ളതിലുപരി അതിന് ആഫ്റ്റർ എനിക്ക് എന്ത് എന്നും കൂടി ഒരാൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവിടുന്ന് ഒരു വാച്ച് വാങ്ങുന്നു, ഈ വാച്ചിൻ്റെ ബാറ്ററി എനിക്കിനി പ്രോപ്പറായിട്ട് എനിക്ക് മാറ്റാൻ പറ്റും, ഇത് എനിക്ക് കിട്ടുന്നതാണോ, ഇതൊക്കെ അവർ ചോദിക്കും. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ഒരു പ്രശ്നം നമുക്ക് വരിക. നമ്മളെ പേഴ്സണിലേക്ക് തന്നെ പോവാം. നമ്മൾ പ്രശ്നം വരിക, നമ്മൾ ആദ്യം നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്ന് അല്ലേ, കോണ്ടാക്റ്റിലേക്ക് നോക്കും. ആ പ്രശ്നത്തിന് സൊല്യൂഷനുള്ള ആളുകൾ നമുക്ക് മൈൻഡിൽ ഇഷ്ടപ്പെട്ട ആളുകളെ നോക്കുക അല്ലേ. അതുപോലെ തന്നെയാണ് ഒരു മൊബൈൽ നമ്മളെ കടയിൽ ഒരു ഫാമിലിയിലായി കഴിഞ്ഞാൽ നമ്മളത് നോക്കുന്നത് അവിടെയൊക്കെ ആ നമ്പറാണ്, ആ പേരടിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 നമ്മളെ ഫാമിലി ഉള്ള ആളുകളാക്കി എടുക്കാനുള്ള ഒരൊറ്റ മെത്തേഡാണ് സെയിൽസിലുള്ളൂ. അതാണ് സ്മൈല്, ഐ ടു ഐ കോണ്ടാക്ട്, റിലേഷൻഷിപ്പ് ബിൽഡിങ്. ഈ സംഗതിനെ പ്രോപ്പറാക്കുക. ഇതിനെ പ്രോപ്പറാക്കി കഴിഞ്ഞാൽ 10 നമ്മളെ കസ്റ്റമറായി. പിന്നെ വേറെ ഒന്നും കൂടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് റിയാലിറ്റി അറിയണം അല്ലേ. അതെ, മാർക്കറ്റ് റിയാലിറ്റി അറിഞ്ഞാലേ നമ്മളിപ്പോൾ നേരത്തെ പുറത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ,
മാർക്കറ്റ് റിയാലിറ്റി എന്താണ്? ഇപ്പം എൻ്റെ അടുത്ത ഷോപ്പിലേക്ക് ഒരു 50 പേര് വരുന്നു, അല്ലെങ്കിൽ 50 പേര് വരുന്നുണ്ട് വിചാരിച്ചോളൂ. ഞാൻ എന്താ ചെയ്യണത്? ഈ 50 പേരെ എനിക്ക് കിട്ടണം. അപ്പോൾ 1000-ന് വിൽക്കുന്ന സാധനം ഞാൻ എന്ത് ചെയ്യണം? 995-ന് വിൽക്കണം. വിൽക്കുമ്പോഴാണല്ലോ ഇവനെ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഏറ്റവും അടുത്തുള്ള എന്താ സംഭവിക്കാൻ പോകുന്നത്? അത് പ്രൈസ് ഒരു ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മെയിൻ പ്രൈസ് ആണല്ലോ അവർ. പ്രൈസ് വേണമല്ലോ ഈ പറയുന്ന ആളുകൾ അവിടെ എത്ര വിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മെയിൻ പ്രശ്നമുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഇത്ര വിൽക്കുമ്പോൾ 95-ന് വിൽക്കാൻ തയ്യാറാവുന്നത്? എനിക്ക് വേണം, ഇവന്റെ കസ്റ്റമർ വേണം. അല്ലാതെ എത്താണ് നോക്കണം, തൊട്ടടുത്ത ആകുള്ളത് 50 കസ്റ്റമറാ, 50 കസ്റ്റമർ. ഇവന് ഈ 50 കസ്റ്റമറിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് അതിന് 95 ആക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് 50 കസ്റ്റമറേ ഉള്ളൂ. ഈ ലോകത്ത് കോടാനക്കോടി കസ്റ്റമർ ഇല്ലേ? ഇവന് അങ്ങോട്ട് നോക്കിക്കൂടെ? മറ്റ് ഷോപ്പിലേക്ക്, അവിടുത്തെ ബിസിനസ്, അവിടുത്തെ ലാഭത്തിലേക്ക് എന്തിനു നോക്കണം? ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഒരു സ്പിരിച്വാലിറ്റി ഇൻ ബിസിനസ്. ബിസിനസ്സിനകത്ത് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. നമ്മുടെ സ്മൈൽ ബിസിനസ് എന്ന് പറയുന്നതൊക്കെ അതാണ്. ഇതൊരു സ്പിരിച്വാലിറ്റിയാണ്. എന്തിനാണ് അവൻ്റെ ബിസിനസ് കൊളാക്കിയിട്ട് എന്താ കിട്ടാനുള്ളത്? അവൻ്റെ ഫാമിലിയെ നശിപ്പിച്ചിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത്? അയാൾ അവിടെ ബിസിനസ് ചെയ്തോട്ടെ, അയാളുടെ ഒരു കസ്റ്റമറേയും നമുക്ക് വേണ്ട. നമുക്ക് ഈ ലോകത്ത് ഈ പാരാവാരം കിടക്കുന്ന ഒരു കോടാനക്കോടി കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്കൊന്നും എത്താൻ ശ്രമിച്ചിട്ടില്ല. അവരിലേക്കൊന്നും ഒരു കാര്യങ്ങളും ഒരു മാർക്കറ്റിങ്ങും നമ്മൾ ചെയ്തിട്ടില്ല. എന്നിട്ട് അവരെ കൂട്ടാൻ നോക്കുന്നു. ഈ സ്പിരിച്വാലിറ്റി ഈ പറയുന്ന കൂട്ടത്തിൽ ബിസിനസ്മാൻ്റെ മൈൻഡിൽ വരണം. ഒരിക്കലും മറ്റൊരാളോട് വിൽക്കുന്ന പ്രൈസിനേക്കാൾ താഴെ അവൻ്റെ കസ്റ്റമർ അങ്ങോട്ട് കിട്ടാൻ വേണ്ടി വിറ്റ് പോകരുത്. അത് നമ്മളെ സ്പിരിച്വാലിറ്റി, ബിസിനസിന്റെ സ്പിരിച്വാലിറ്റി നശിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു സ്മൈൽ ബിസിനസ്, ലോകത്തിനകത്ത് ഒരു സ്മൈൽ ഡൂഡ്, ഒരു സ്മൈൽ ടോക്ക് നടക്കട്ടെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെയൊക്കെ കോഴിക്ക് വില കൂടുന്നു കുറയുന്നു, പല സ്ഥലത്തും കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിൽ പൈസ കുറച്ച് കൊടുത്തില്ല, നഷ്ടത്തിന് കൊടുക്കുന്നു. പക്ഷെ കോയമ്പത്തൂർ ആൾക്ക് ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ ചെന്നാലും ഒരേ വിലയാണ്. അത്രേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. ഈ ഹെൽത്തി മൈൻഡ് സെറ്റ് നമ്മൾ ബിസിനസ് ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് വില കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാം. അപ്പൊ എന്താ വാല്യൂ ആഡഡ് സർവീസസ് കൊടുക്കും. അതെ. പക്ഷെ പ്രൈസ് വെച്ചിട്ട്, പ്രൈസ് എന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരിക്കലും മറ്റൊരാളുടെ ബിസിനസ്സിനെ ചെയ്യാൻ പാടില്ല. ഉദാഹരണം കൂടി ഞാൻ തരാം. ഇപ്പൊ നമുക്ക് നമ്മളെ ഓരോ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ, എൻ്റെ മുന്നിൽ ഞാൻ കാണുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്ഥലമാണ്, മുടിവെട്ടി ഷോപ്പ് ഉണ്ട് വിചാരിക്കുക. അവിടുത്തെ മിനിമം ചാർജ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് അവൻ്റെ സുഹൃത്താണെന്ന് വിചാരിക്കുക. ആ സുഹൃത്തിൻ്റെ ഷോപ്പാണ്. അവിടെ പോയി കഴിഞ്ഞ് മുടി വെട്ടി കഴിഞ്ഞാൽ 120 രൂപയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ UAE പറയുകയാണെങ്കിൽ, ഞാൻ നാട്ടിലാണ് ഇപ്പോൾ പറഞ്ഞത്, UAE പറയുകയാണെങ്കിൽ ഒരു 10 ദിർഹംസ് ആണ് എന്ന് പറഞ്ഞാൽ, ആ ഇത് എൻ്റെ ഒരു സുഹൃത്താണെന്ന് എഴുതിയിട്ട് മുടി വെട്ടുന്ന സമയത്ത് പൈസ വാങ്ങുമ്പോൾ 10 കുറച്ച് കൊടുക്കും. ഇല്ല, ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ ആരും കുറച്ച് കൊടുക്കില്ല. അതേ സ്ഥാനം അത് അവരുടെ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ആ ക്രൈറ്റീരിയയിൽ കുറച്ചുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു 10 രൂപ ഒരു പൊറോട്ടയ്ക്ക് നാട്ടിൽ 10 രൂപയാണ്. സുഹൃത്തിന് ഹോട്ടലുണ്ട്, 5 രൂപയ്ക്ക് പൊറോട്ട തരും. നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ? ഞാനത് ഞാൻ അല്ല, ഹ്യൂമറൊക്കെ വരുന്ന സമയത്ത് തന്നെ പറയണം, പറയുന്ന മുഴുവനാക്കാൻ നിൽക്കണം. അതാണല്ലോ ഈ ചർച്ചയുടെ സ്പെഷ്യാലിറ്റി. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെ കുട്ടികളൊക്കെ ഇതാണ് സംഭവം. കാരണം അവരുടേതായ കൃത്യമായ ജോലി, ഒരു ആശാരി അല്ലെങ്കിൽ ഒരു പ്ലംബർ, ഇവരൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മിനിമം ചാർജ്, ഓട്ടോ മിനിമം ചാർജ് മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ലോകത്തുള്ള എല്ലാ പ്രൈസിനെക്കാട്ടും കുറച്ച് ഞാൻ കൊടുക്കും. അതായത് അവരുടേതായ കൃത്യമായ ജോലി കൃത്യമായി വാങ്ങി, കൃത്യമായി അതിന്റെ സാമ്പത്തികം വാങ്ങുന്നു. നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കും. ഈ മൈൻഡ് അറിയണം. അവർ കൃത്യമായി വാങ്ങുന്നത് നമുക്ക് നമ്മൾ കൃത്യമായി വാങ്ങണം. ഇതാണ് എനിക്കിതിൽ പറയാനുള്ളത്.